ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൂപ്പർനോവ ഹോം ഓട്ടോമേഷൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് സൂപ്പർനോവ ഹോം ഓട്ടോമേഷൻ്റെ അടുത്ത ഫീച്ചേഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലിനിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൽ ആക്സസ് പോയിൻ്റ് മോഡും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഹോം വൈഫൈ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന മോഡും ഉണ്ട്. അപ്പോൾ ഇതിൽ ടൈമർ ഡ്യുവൽ മോഡുണ്ട്. ടൈമർ ഡ്യുവൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിറ്റ് വെച്ചിട്ടുള്ള ടൈമറും അതല്ല എങ്കിൽ നമുക്ക് സമയം സെറ്റ് ചെയ്ത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും സാധിക്കും. അപ്പം ഇതിൽ GPIO മോഡുണ്ട്. GPIO മോഡ് എന്ന് പറയുമ്പോൾ ESP8266 നേരിട്ട് റിലേ കണക്ട് ചെയ്ത് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ റിലേയിൽ ഏതൊക്കെ പിന്നുകളിലാണ് റിലേ കണക്ട് ചെയ്യേണ്ടതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ESP8266 ഏതൊക്കെ പിന്നുകളിലാണ് റിലേ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള വിവരം എഴുതിയിട്ടുണ്ട്. ഇത് I2Cയിലോട്ട് മാറുമ്പോൾ I2Cയിൽ കണക്ട് ചെയ്യേണ്ട പിന്നുകളുടെ ഡീറ്റെയിലും താഴെ ഇതുപോലെ എഴുതി കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈമർ ഓൺ ഓഫ് ടൈമർ ഉണ്ട്. ഓൺ ഓഫ് ടൈമർ ഡുവൽ മോഡുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിപ്പോൾ ഞാൻ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്യുന്നതിന് ടൈമറിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ 1 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് കൊടുത്തു. അപ്പോൾ ടൈം സെറ്റ് എന്ന് എഴുതി കാണിക്കും ഇതുപോലെ. അതുപോലെ ഞാൻ ഇത് ഓഫ് ചെയ്തതിന് ശേഷം അടുത്ത് ഈ ഒരു സ്വിച്ചിലും കൂടെ ടൈം സെറ്റ് ചെയ്യുകയാണ്. ടൈം സെറ്റ് ചെയ്യാൻ ഞാൻ ഓണിൽ പോയിട്ട് ഓൺ ടൈമറിൽ സെറ്റ് ചെയ്തു 1 മിനിറ്റ്. അപ്പോൾ അടുത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ടൈമർ 1 മിനിറ്റ് ആകുമ്പോൾ തനിയെ ഓൺ ആകും. അതുപോലെ തന്നെ ഇത് ഓഫ് ആകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്കിംഗ്. അടുത്തതെന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ടൈം, അതായത് 3 മണി 3:30 അങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഓൺ ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ ആ ഒരു ഫീച്ചറൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇനി സെറ്റിങ്സിലുള്ള ഫീച്ചേഴ്സ് നോക്കാം. സെറ്റിങ്സിലുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഇനി സെറ്റിങ്സിലുണ്ട്. അതുപോലെ തന്നെ പവർ കട്ട് ലാസ്റ്റ് മെമ്മറി. പവർ കട്ട് ലാസ്റ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സ്വിച്ചാണോ കറണ്ട് പോയ സമയത്ത് ഓൺ ആയിരുന്നത് ആ ഒരു സ്വിച്ചിൻ്റെ മെമ്മറി നമുക്ക് ലാസ്റ്റ് മെമ്മറി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ഓണായത് നമുക്ക് കാണാം. അപ്പോൾ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ നന്ദി.